everyone, welcome back to Xylem Learning. Anita Miss ആണ്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഫിസിക്സ് പഠിക്കാം അല്ലേ. അപ്പോൾ എല്ലാ മക്കളും ഇങ്ങനെ വൺ ബൈ ആയിട്ട് നമ്മുടെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻസിൽ നിന്നൊക്കെ മൊത്തത്തിൽ നമ്മളൊന്ന് കവർ ചെയ്തിട്ട് വളരെ പ്രധാനപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 3 magnets are arranged on a table in the form of the shape shown in figure. And what is the polarity north or south at the end 1, 2, 3, 4, 5 and 6 of the magnets? Polarity of one end, that is 5, is given for you. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണുന്നത്? യെസ്, 2-3 മാഗ്നറ്റ്സുകൾ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ. എത്ര മാഗ്നറ്റ്സ് ആണ് ഇവിടെ പരസ്പരം കണക്ട് ചെയ്തത്? 3 മാഗ്നറ്റ്സ് ആണ് ഇവിടെ പരസ്പരം കണക്ട് ചെയ്തത്. നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ 3 മാഗ്നറ്റ്സിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 5, അതായത് 5 എന്ന് എഴുതി ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നോർത്ത് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, നോർത്ത് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ബേസിൽ നമുക്ക് 1, 2, 3, 4, 6 ഇത്രയും പോർഷൻസ് ഏത് പൊളാരിറ്റി ആണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കറിയാം ഇവിടെ 5 എന്ന് പറയുന്നത് നോർത്ത് ആണെങ്കിൽ, അതായത് ഈ ഒരു മാഗ്നറ്റിന്റെ ഒരു സൈഡ് നോർത്ത് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും മക്കളെ? സൗത്ത് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? സൗത്ത് ആണ് വരുന്നത്. കാരണം ഒരു മാഗ്നറ്റ് കൺസിഡർ ചെയ്താൽ അതിന്റെ ഒരു സൈഡില് നോർത്തും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതല്ലാത്ത മറ്റേ പൊളാരിറ്റി ആയിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ ഈ 3 സൗത്ത് ആണെങ്കിൽ സ്വാഭാവികമായും 2 എന്തായിട്ട് വരും? യെസ്, നോർത്ത് ആയിട്ട് വരും. വരൂലേ? യെസ്. അങ്ങനെയാണെങ്കിൽ 2 നോർത്ത് ആണെങ്കിൽ 1 എന്തായിട്ട് വരും? സൗത്ത് ആയിട്ട് വരും. അപ്പൊ നമുക്കിതാ 1, 2, അതുപോലെ തന്നെ 3, അതുപോലെ തന്നെ 5ഉം നമുക്ക് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ 4 കണ്ടുപിടിച്ചാലോ? യെസ്, നമ്മുടെ 5 എന്ന് പറയുന്നത് നോർത്ത് ആണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മുടെ 4 എന്ന് പറയുന്നത് ഏതായിരിക്കും? സൗത്ത് ആയിരിക്കും. കാരണം എന്താണ്? നമുക്കറിയാം അൺലൈക്ക് പോൾസ് ആണ് അട്രാക്ട് ചെയ്യുന്നത് അല്ലെ. ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം അട്രാക്ട് ചെയ്തിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണമെങ്കിൽ നമ്മുടെ 5 എന്ന് പറയുന്നത് നോർത്ത് ആയിരുന്നെങ്കിൽ നമ്മുടെ 4 എന്ന് പറയുന്നത് സൗത്ത് ആയേ പറ്റുള്ളൂ. ഇനി 4 എന്ന് പറയുന്നത് സൗത്ത് ആണെങ്കിൽ സ്വാഭാവികമായും 6 എന്ന് പറയുന്നത് ഏതായിരിക്കും മക്കളെ? യെസ്, നോർത്ത് തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ലൈക്ക് പോൾസ്, അതായത് ഒരേപോലുള്ള പോൾസ് എന്ന് പറയുന്നത് റിപ്പൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അൺലൈക്ക് പോൾസ്, അതായത് വ്യത്യസ്ത പോൾസ്, അതായത് നോർത്ത് സൗത്ത് അല്ലെങ്കിൽ സൗത്ത് നോർത്ത്, അവ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഐഡിയ കിട്ടിയാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള പൊളാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യം ഇതാണ്. 2 റിംഗ് മാഗ്നറ്റ്സ് X and Y are arranged as shown in figure. നിങ്ങൾക്ക് ഇവിടെ എക്സും കാണാൻ പറ്റും, വൈയും കാണാൻ വേണ്ടി പറ്റും. And it is observed that the magnet X does not move down further. ഓക്കെ, അതായത് എക്സ് എന്ന് പറയുന്നത് താഴോട്ട് മൂവ് ചെയ്യുന്നില്ല. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. And what could be the possible reason? എന്തുകൊണ്ടായിരിക്കും ഇത് താഴോട്ട് മൂവ് ചെയ്യാത്തത്? ബിക്കോസ് ഇപ്പൊ സപ്പോസ് വൈ എന്ന് പറയുന്ന മാഗ്നറ്റും എക്സ് എന്ന് പറയുന്ന മാഗ്നറ്റും നിങ്ങൾക്ക് ഇവിടെ ഇതാ 2 ഭാഗങ്ങൾ കാണാൻ പറ്റില്ലേ. ഒന്ന് മോൾ ഭാഗം, ഒന്ന് താഴ്ഭാഗം. ഈ 2 ഭാഗങ്ങളിലും 2 പൊളാരിറ്റി ആയിരിക്കും. മോൾ ഭാഗത്തും താഴ്ഭാഗത്തും 2 പൊളാരിറ്റി ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നോർത്ത് ആണെങ്കിൽ സ്വാഭാവികമായും ഇതിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നോർത്ത് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവ തമ്മിൽ അട്രാക്ട് ചെയ്യില്ല, അതായത് ഇവ തമ്മിൽ കുറച്ച് റിപ്പൾ ചെയ്തിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് പോൾസ് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരേപോലുള്ള പൊളാരിറ്റി വരുന്ന സൈഡുകളാണ് പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ പരസ്പരം അടുത്ത് വരുന്നതെങ്കിൽ അത് റിപ്പൾ ചെയ്യുന്നു. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇവർ തമ്മിൽ എക്സും വൈയും തമ്മിൽ ഒരു അഡീഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ നമുക്ക് കാണാൻ പറ്റാത്തത്. ഇനി ഇൻ കേസ് ഇത് നോർത്ത് ആവാം അല്ലെങ്കിൽ സൗത്തും ആവാം. ഇനി അടുത്ത എന്തായിരുന്നു ക്വസ്റ്റ്യൻ? യെസ്, ഇവിടെ സജസ്റ്റ് എ വേ ടു ബ്രിങ് മാഗ്നറ്റ് എക്സ് ഇൻ കോണ്ടാക്ട് വിത്ത് മാഗ്നറ്റ് വൈ, അതായത് എക്സും വൈയും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന എന്തെങ്കിലും മാർഗം നിർദ്ദേശിക്കാവൂ. എന്ത് ചെയ്താൽ മതി? യെസ്, നമുക്ക് ഇവിടെ കാണുന്നത് പോലെ നമ്മുടെ എക്സ് എന്ന് പറയുന്ന മാഗ്നറ്റ്സ് പുറത്തെടുത്തിട്ട് അതൊന്ന് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട്, അതായത് അതൊന്ന് കമത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി അല്ലേ. അതായത് ഈ എക്സ് എന്ന് പറയുന്നത് ഇപ്പം സപ്പോസ് താഴ്ഭാഗം നോർത്തും മുകൾ ഭാഗം സൗത്തും ആണെങ്കിൽ അതൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. അതിന്റെ അർത്ഥം എന്താണ്? താഴ്ഭാഗം സൗത്തും മുകൾ ഭാഗം നോർത്തും ആക്കുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത്
ഇവിടെ രണ്ട് വ്യത്യസ്ത പോൾസ് ആയിരിക്കും പരസ്പരം വരുന്നത്. അപ്പൊ അവ തമ്മിൽ അട്രാക്ട് ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് സെറ്റ് ആവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മാച്ച് ദി ഫോളോവിംഗ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡൽഹി ആൻഡ് ലക്നൗ, അതുപോലെ തിക്നെസ് ഓഫ് എ കോയിൻ, ലെങ്ത് ഓഫ് ആൻ ഇറേസർ, ലെങ്ത് ഓഫ് ഹിസ് സ്കൂൾ ഗ്രൗണ്ട്. അപ്പൊ ഈ പറയുന്ന കോളം 1 കാണുന്ന കാര്യങ്ങളുമായിട്ട് കോളം 2 ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെ, ഒന്ന് മാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് നമുക്കറിയാം ഈ ഡൽഹി അതുപോലെ തന്നെ ലക്നൗ അവരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് അളക്കുന്നത് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കിലോമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തിക്നെസ് ഓഫ് എ കോയിന്റെ തിക്നെസ് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, മില്ലിമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ലെങ്ത് ഓഫ് എ ഇറേസർ, ഒരു റബ്ബറിന്റെ ലെങ്ത് നമ്മൾ എങ്ങനെ അളക്കുന്നത്, സെന്റിമീറ്ററിന്റെ ബേസിലാണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിന്റെ ആ ഒരു ലെങ്തോ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് മീറ്റർ വഴിയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ഈ പറയുന്ന യൂണിറ്റുകളുടെ കേസും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്. സിമ്പിൾ ആണ് അല്ലെ. ദ ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ സിസ്റ്റം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് എന്താണ് മക്കളെ, ടെമ്പറേച്ചർ. ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഓഫ് എ ഐസ് കോൾഡ് വാട്ടർ കനോട്ട് ബി മെഷേർഡ് ബൈ ഡാഷ്. അതായത് ഐസ് കോൾഡ് വാട്ടറിന്റെ ടെമ്പറേച്ചർ നമുക്ക് ഏത് ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല. ഏതാണ്, ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. ഇനി അടുത്തത് ദ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇനി നമ്മുടെ 5ാമത്തെ ചോദ്യമാണ്. 4 students used a laboratory thermometer to measure the temperature of a water as shown in below. Which one is correct? ഇവിടെ ഇതാ 4 കുട്ടികൾ അവരുടെ കയ്യിൽ ഇതുപോലെ നമ്മുടെ ലബോറട്ടറി തെർമോമീറ്റർ കൊടുത്തിട്ട് അതിന്റെ ആ ഒരു വാട്ടറിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 4 കുട്ടികളും 4 രീതിയിലാണ് വെച്ചത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1ാമത്തെ കുട്ടീന്റെ നോക്കിയാൽ നമുക്കറിയാം അതെന്താണ്, അവർ ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ട് ഇതിന്റെ സൈഡിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി 2ാമത്തെ കുട്ടിയാണെങ്കിൽ ഇതാ ഒരിടത്തും ടച്ച് ചെയ്യാതെ നേരെ വെച്ചിട്ടുണ്ട്. 3ാമത്തെ കുട്ടിയാണെങ്കിൽ ഇതിന്റെ അടിഭാഗം ടച്ച് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ കുട്ടിയാണെങ്കിൽ അതിന്റെ സൈഡും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു ലബോറട്ടറി തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർമെന്റ് എടുക്കേണ്ടത്? യെസ്, ഇവിടെ നമ്മുടെ സ്റ്റുഡന്റ് 2 ചെയ്ത രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ കറക്റ്റ് ചെയ്താണ് നമ്മുടെ 2ാമത്തെ കുട്ടി പിടിച്ചിരിക്കുന്ന ആ ഒരു രീതിയാണ്. അപ്പൊ 5 സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത് മാത്രമല്ല ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ സ്വന്തം നമ്മുടെ ചാനലായ ക്ലാസ് 6 CBSE യൂട്യൂബ് ചാനലിൽ ലൈവിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ കണ്ടാൽ മതി. അതിനകത്ത് നമ്മുടെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സിനുള്ള ധാരാളം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാതെ മക്കൾ വേഗം പോയി ഒന്ന് കാണുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി വരാൻ പോകുന്ന എക്സാമിനൊക്കെ നമുക്ക് ഫുൾ മാർക്ക് നേടണം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.